ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പറയാൻ കഴിയുന്നത് പണ്ടേ തീരേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പോൾ നിറഞ്ഞു നീങ്ങുകയാണ്. മാത്രമല്ല അതിൻ്റെ ഈ പറയുന്ന ഫണ്ടുകൾ ലാപ്സായി പോകുന്ന സാധ്യതകൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെ രീതിയിൽ തികച്ചും ഒരു പരാജയമായി മാറി എല്ലാവരുടെയും പേരിൽ ഈ സമര പരിപാടി ഉദ്ഘാടനത്തിലേക്ക് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമുക്കറിയാം, യുവജനങ്ങൾക്ക് അടിസ്ഥാനപരമായ സൗകര്യമെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ, സാമ്പത്തിക രംഗം, ഈ 3 തരത്തിൽ 3 മേഖല എടുത്തു നോക്കിയാലും ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്കറിയാം. വിദ്യാഭ്യാസ രംഗത്ത് പോലും തകർന്ന് ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മയുടെ അങ്ങേ അറ്റത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത വളരെ പ്രതീകാത്മകമായ ഒരു സമരമാണ്. നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് നടത്തിയ ഒരു പരിപാടിയാണ്. കേരള കോൺഗ്രസ് പാർട്ടി യൂത്ത് ഫ്രണ്ടിൻ്റെ ഈ ഒരു പരിപാടിയെ അഭിനന്ദിക്കുകയാണ്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ല എങ്കിൽ ഇത് വളരെ പ്രതീകാത്മകമായ സമരമാണ്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ പൊതുജനത്തിന് മാലിന്യം കളയാനുള്ള ഒരു സംവിധാനമില്ല. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അവർക്കെതിരെ കേസ്. ഇതൊരു പ്രതീകാത്മകമായ സമരമാണ്. തെരുവിലെ മാലിന്യങ്ങളുമായി സെക്രട്ടേറിയറ്റിലോട്ട് കൊണ്ടുപോകാൻ വന്നതാണ്. ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ 140 നിയോജക മണ്ഡലങ്ങളിലും പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് കേരള കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാലിന്യങ്ങളുമായി അങ്ങോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ഇതൊരു വലിയ പ്രശ്നമായി പൊതുജനങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി ഏറ്റെടുക്കുകയാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലോട്ട് ഹരിതകർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് പൈസ ചെയ്യാൻ വേണ്ടി മാത്രം ഏതാനും ആൾക്കാരെ വെച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് ആൾക്കാരെ കൂട്ടുക. ഈ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങളെ ചേർത്തുകൊണ്ട് തന്നെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലോട്ട് ഈ ഒരു സമരം വ്യാപിപ്പിക്കുമെന്ന് മാത്രം ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രതിഷേധം